നമസ്കാരം. പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാകുന്നു. അതിൽ ആദ്യത്തേതായ ചിത്രം പരമശിവനും ശ്രീകൃഷ്ണ ഭഗവാനുമായുള്ള ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം ശ്രീകൃഷ്ണ ഭഗവാനും ഗണേശ ഭഗവാനുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ധിക്കൂ. ആദ്യത്തേതായ ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരും അനുഭവിച്ച് പോന്നിരുന്നതുമായ വ്യക്തികളാണ്. നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ നേരിടുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾക്കെതിരെ അവർ പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്നൊരു ചിന്ത നിങ്ങളിലുണ്ട്. ആര് പ്രവർത്തിച്ചാലും തയ്യാറാണ് നേരിടുവാൻ എന്നൊരു ചിന്ത നിങ്ങളിലുണ്ട്. ഇനി തോറ്റ് പിന്മാറുവാൻ തയ്യാറല്ല, വിജയങ്ങൾ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ആരെയും തോൽപ്പിച്ച് വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, ഊർജത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കും എന്ന് കാണുന്നു. ആരെയും തോൽപ്പിച്ച് വിജയം നേടുന്നതിനോടൊപ്പം സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിച്ചതിന്റെ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു എന്നത് വാസ്തവമാണ്. ചിലർ സഹായങ്ങൾ അർഹിച്ചിരുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളെ പലരും ചതിച്ചിട്ടുണ്ട് എന്നും ഈ സമയം നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ അവസരങ്ങളിലും ഇത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ച വ്യക്തികളിൽ നിന്നും തിരികെ ഒന്നും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. അതൊരു വാക്കുകൊണ്ട് പോലുമുള്ള സമാധാനം പോലും അവർ നൽകാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ആരോഗ്യപരമായോ മാനസികപരമായോ പല വിധത്തിലും വിഷമതകൾ നേരിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. വീട്, ജോലി എന്നിവയെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാൻ യോഗമുള്ളതായി കാണുവാനായി സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ലഭിക്കാത്തത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും കാലതാമസം നേരിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭിക്കാറുള്ളത്. ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവും അല്പം കാലതാമസം നേരിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചതിക്കാൻ നിൽക്കുന്നതായ വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വിശ്വാസ വഞ്ചന പല വ്യക്തികളും നൽകിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അതിലൂടെ ധനനഷ്ടം, മാനഹാനി സംഭവിക്കുകയോ അല്ലെങ്കിൽ സംഭവിക്കാനുള്ള യോഗത്തെയാണ്, അത്തരം സാഹചര്യത്തെയാണ് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്നതാണ് വാസ്തവം. ഇനിയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത് എന്ന സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. തീർച്ചയായും ഈ സമയം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായ കാര്യം തീർച്ചയായും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികളുടെ വിശ്വാസം അത് നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാകുന്നു.
പലരും നിങ്ങളെയും വിശ്വസിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ചൊരിയുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. തീർച്ചയായും ഈ സമയം മനസ്സിൽ ഒരു കാര്യം വച്ച് പുറമെ പ്രകടിപ്പിക്കാത്ത നിങ്ങൾക്ക്, നല്ല മനസ്സിന് ഉടമകളായ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ കാലതാമസം ഇല്ലാതെ നടന്ന് കിട്ടുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് ഉള്ളതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്രകാരം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കൂടുതൽ എന്ന് കാണുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതായി വരാം. എന്നിരുന്നാലും താമസിക്കാതെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത തുലോം കൂടുതലാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ചില വ്യക്തികളുടെ സഹായത്താലും അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാകുന്നു. നിങ്ങൾ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ നന്നായി പരിശ്രമിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വിജയം ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പു തന്നെയാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് ഇഷ്ടം തോന്നാവുന്ന വ്യക്തികളാണ് എങ്കിലും പലപ്പോഴും പലരിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമീപനം ലഭിക്കാത്തത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ പലപ്പോഴും വിശ്വസിക്കാത്തതോ നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ എവിടെ ചെന്നാലും രസികരായ വ്യക്തികളായി തന്നെ നിൽക്കുന്നവരാണ്. നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് പലപ്പോഴും അംഗീകാരം, അർഹതയ്ക്കനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാറില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു. സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നവരുമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, വാക്കുകളിൽ ഇതെല്ലാം പ്രകടമാകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈശ്വരന് നിരക്കാത്തതായ കാര്യങ്ങൾ പലരും ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിൽക്കാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നതാണ് വാസ്തവം. മറ്റൊരു പ്രത്യേകത, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് നിങ്ങൾ. തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എങ്കിലും അതിപ്പോഴും തുടരുന്നവരാണ്. മറ്റുള്ളവരെ, അർഹമായ വ്യക്തികളെ സഹായിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമുണ്ട്. മുൻപ് അതുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് അത് പ്രദാനം ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. വരാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായി തന്നെ ഭവിക്കും. ഈ സമയം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. പലരെയും പ്രകോപിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പലരും പ്രകോപിപ്പിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും ക്ഷമയോടെ നേരിടുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല അവസരങ്ങളിലും അത് നിങ്ങൾക്ക് സാധിച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ കാലതാമസം കൂടാതെ തന്നെ നടന്നു കിട്ടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് കാണുന്നു. വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് എങ്കിലും ജീവിതത്തിൽ പലരിൽ നിന്നും കുത്തുവാക്കുകളും അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളും നേരിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം ഈ സമയം വിശ്വസിക്കുന്ന ശക്തിയിലൂടെ കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക.